ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ദുബായിക്ക് പുറപ്പെട്ടു പോയിരിക്കുകയാണ്. ആദർശ് അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അബിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ആദർശ് ഇവിടെ നിന്ന് പുറപ്പെടുകയാണെന്നുള്ള കാര്യമൊക്കെ ആ മാനേജറെ വിളിച്ച് പറയുകയാണ് അബി. അയാളും പറയുന്നുണ്ട്, കുറെ നാൾ കൂടി എനിക്ക് കിട്ടിയ അവസരമായത്. അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, നീ സന്തോഷിക്കാൻ തയ്യാറായിക്കോ അബി. അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്ന പോലെ അത്ര സന്തോഷത്തോടെ ഒന്നും അവൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരികയില്ല എന്നൊക്കെ തന്നെ പറയുക. ഇത് കേട്ട് അബി ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് ദുബായിൽ ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ. അവിടെയുള്ള ബ്രാഞ്ചിലെ മാനേജേഴ്സും സ്റ്റാഫ്സും ഒക്കെ വന്നിട്ട് നമ്മുടെ ആദർശിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നൊക്കെയുണ്ട്. ആദർശ് എന്നിട്ട് നേരെ ചെല്ലുന്നതിന് ഓഫീസിലോട്ടാണ്. അങ്ങനെ ദുബായിലെ ബ്രാഞ്ചിലുള്ള എല്ലാ ആളുകളെയും ആദർശ് അവിടെ വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരും അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നമ്മുടെ കമ്പനിക്ക് പറ്റിയത്? നിങ്ങളെ പോലെ പ്രഗത്ഭരായിട്ടുള്ള മാനേജർമാരെയല്ലേ ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെന്തുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ സെയിൽ ഇത്രയും ഡൗൺ ആകാൻ കാര്യം? കേരളത്തിലെ നമ്മുടെ ബ്രാഞ്ചുകളിലേക്ക് ഇപ്പം നല്ല സെയിലാണ് നടക്കുന്നത്. മറ്റെല്ലാ ജ്വല്ലറിക്കാരെക്കാളും നമ്മുടെ ജ്വല്ലറികളായ ഏറ്റവും മുന്നിൽ എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര കോമ്പറ്റീഷനും നടക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം കൈവിടാതെ നമ്മളിപ്പോഴും അതേ സ്റ്റാറ്റസിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എൻ്റെ അനിയൻ അവന് 3 ബ്രാഞ്ചിൻ്റെ ചുമതല ഞാൻ ഏൽപ്പിച്ചു. അവൻ നിൽക്കുന്ന ബ്രാഞ്ചിലൊക്കെ നല്ല സെയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെയും നല്ല കഴിവും പ്രാപ്തിയുമുള്ള പ്രഗത്ഭരായ മാനേജേഴ്സിന് തന്നെയാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. ആദ്യമൊക്കെ ഈ ബ്രാഞ്ചിൽ നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു, നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്ത് പറ്റി ഇങ്ങനെ ആകാനൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പോലെ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. മുത്തശ്ശന് സുഖമില്ലാതായി പോയതാ അതിൽ മെയിൻ കാരണം. അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ മുത്തശ്ശൻ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും കണക്കുമൊക്കെ നോക്കുന്നതായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അധികം ഒന്നും വരാൻ സാധിക്കാതിരുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ നല്ല കഴിവുള്ള സ്റ്റാഫുകളെ തന്നെയാണല്ലോ ഞാൻ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രാഞ്ച് ഇത്രയും പിന്നോട്ട് പോയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് നഷ്ടത്തിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ ബ്രാഞ്ച് ഈ ഒരു കണ്ടീഷനിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബ്രാഞ്ച് അടച്ചു പൂട്ടേണ്ടി വരും. നമ്മുടെ അടുത്ത ബ്രാഞ്ച് ഉടനെ തന്നെ ഇനാഗുറേഷൻ ചെയ്യണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത്. പുതിയ ബ്രാഞ്ച് ഇനാഗുറേഷൻ ചെയ്യുമ്പോഴേക്കും ഈ ബ്രാഞ്ച് അടച്ചു പൂട്ടേണ്ടി വരുമെന്നോ മുത്തശ്ശൻ ചോദിക്കുന്നതെന്നൊക്കെ തന്നെ പറയുകയാണ്. നമ്മുടെ ജ്വല്ലറി ഇത്രയും പുറകോട്ട് പോകാൻ കാരണം എന്താണെന്നൊക്കെ ഉള്ളത് അവരോട് ചോദിക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പം മാനേജർമാർ പറയുന്നുണ്ട്, സാർ സെയിലൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ തരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാറ്റസ് എപ്പോഴും ഡൗൺ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ലാഭമൊന്നും നമുക്കിവിടെ കിട്ടുന്നുമില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. ബാക്കിയുള്ള സ്റ്റാഫുകളെയും അക്കൗണ്ട് സെക്ഷനിൽ നിൽക്കുന്നവരും എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ എവിടെയാണ് ഈ പാകപ്പിഴകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവുന്നില്ല സാറെന്ന് തന്നെ പറയുക. ഈ ബ്രാഞ്ചിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി തന്നെ ഇപ്പം വേണം സാറേ, അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഷ്ടത്തിലാണെന്നൊക്കെ തന്നെ പറയുകയാണ്. സാറിൻ്റെ മുത്തശ്ശൻ നേരത്തെ 2 മാസം കൂടുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. അപ്പോഴൊക്കെ എങ്ങനെയാണ് ബിസിനസ് മാനേജ് ചെയ്ത് പോകുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. പക്ഷേ സ്വർണത്തിൻ്റെ വിലയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം കൂടിയില്ലേ സാറേ. അതുകൊണ്ട് തന്നെ സെയിലൊക്കെ ഇപ്പം വളരെ കുറവാണ് ഇവിടെ എന്നൊക്കെ തന്നെ പറയുക. പിന്നെ എന്താണ് നമ്മുടെ ബിസിനസ് ഡൗൺ ആകാൻ കാരണം എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ തന്നെ അവർ പിന്നെയും പറയുകയാണ്. അപ്പോഴേക്കും വേറൊരു മാനേജർ പറയുന്നുണ്ട്, അത് പിന്നെ സാറേ കുറേ അധികം ജ്വല്ലറീസ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ അവിടെയൊക്കെ നല്ല ബിസിനസ്സും നടക്കുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ നമ്മുടെ ബിസിനസ്സൊക്കെ കുറച്ചും കൂടെ മെച്ചമാവുമെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ? പിന്നെ നിങ്ങൾ ഈ ബ്രാഞ്ചിലെ ഫുൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് എന്നെ എങ്ങനെയെങ്കിലും അറിയിക്കാമായിരുന്നല്ലോ. ഞാനത് നടപ്പിലാക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമായിരുന്നല്ലോ എന്നൊക്കെ തന്നെ ആദർശ് ചോദിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുമായിട്ട് ഞാൻ കോൺഫറൻസ് കോളിൽ വരാറുണ്ടല്ലോ. എന്നിട്ടും നിങ്ങൾ എന്താ ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നത്? എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പം എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. പിന്നെ ഈ 3-4 മാസം കൊണ്ട് ബിസിനസ്സിൽ ഇത്രയും ഇടിവ് വരാൻ കാരണം എന്താണെന്നൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുകയാണ്, എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയില്ല സാറേ. പിന്നെ സെയിൽ നടക്കുന്നതെല്ലാം കറക്റ്റാണ് സാർ. പിന്നെ ഇവിടെ എന്താ തിരുമാറി നടന്നെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ തന്നെ പറയുക. അതെപ്പോഴാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും തലവത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആ മാനേജേഴ്സും അവിടുത്തെ അക്കൗണ്ടൻറ്റും ഒക്കെ കൂടെയിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിവിടെ എന്ത് നോക്കിയെന്നായി പറയുന്നത്? തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണക്കിൽ വ്യത്യാസം വരണ്ടേ? അങ്ങനെ കണക്ക് കൂട്ടലുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പോഴും നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുമൂലം കോടികളുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1-2 കോടിയല്ല, അതിലും കൂടുതലാണ് നമുക്കുണ്ടായിരിക്കുന്ന നഷ്ടം. കേരളത്തിലൊക്കെ നമ്മുടെ ബ്രാഞ്ചിൽ ഇപ്പോൾ നല്ല സെയിലാണ് നടക്കുന്നത്, നല്ല ഡിമാൻഡും ഉണ്ട് നമ്മുടെ ആഭരണങ്ങൾക്ക്. എന്തായാലും ഇവിടെ മാത്രമേ ഉള്ളൂ ഈ തകർച്ച നമുക്ക് സംഭവിച്ചത്. എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ല. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട്
എങ്ങനെയും ഈ ബ്രാഞ്ചിനെ മെച്ചപ്പെടുത്തിയേ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും. ഫ്ലാറ്റിൽ പോയി ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരെയും ഞാൻ ഒന്നും കൂടെ ഒന്ന് വിളിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പരിശോധിക്കട്ടെ. എവിടെയാ തെറ്റുപറ്റിയേ, എന്ത് മിസ്റ്റേക്കാണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് അറിയണം. അതുപോലെ ഇത്ര നഷ്ടം നമുക്ക് വരാനുണ്ടായ കാരണവും കണ്ടുപിടിക്കണമെന്നൊക്കെ തന്നെ ആദർശ് അവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ എന്നും പറയുകയാണ് കേട്ടോ ആദർശ് അവിടെ നിന്ന് പോയതിനു ശേഷവും മാനേജേഴ്സും അതുപോലെ തന്നെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കൂടിയിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമാണ്. പിന്നെ നമുക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? ഇത്രയും കോടി രൂപ നഷ്ടം സംഭവിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? എന്താണ് മിസ്റ്റേക്ക് എന്നൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പം ഇതൊക്കെ ആരുടെ തലയിലോട്ടാണോ വീഴാൻ പോകുന്നതെന്നുള്ളത് അറിയില്ലല്ലോ എന്നൊക്കെ തന്നെ അവരിങ്ങനെ സംസാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അതേസമയത്ത് ആദർശിന്റെ ആ ദുബായിലെ ബ്രാഞ്ചിലെ ജോലിക്ക് നിൽക്കുന്ന അക്കൗണ്ട് സെക്ഷനിലുള്ള ഒരാള് അവരുടെ കൂട്ടാളിയാണ് കേട്ടോ. ശത്രു ഉണ്ടല്ലോ ദുബായിൽ, ഇവരെ തകർക്കണമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഒരാള്, ആ ആളുടെ കയ്യിലാണ് ഈ അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ഒരാള്. അയാൾ വഴിയാണ് ദുബായിലുള്ള ഇവരുടെ ബ്രാഞ്ചിൽ ഇത്രയും കോടി രൂപ നഷ്ടമാകുന്നത്. അങ്ങനെ റൂമിലെത്തിയ ആദർശ് ഫ്രഷ് ആയതിനു ശേഷം വീട്ടിലോട്ട് വിളിക്കുകയാണ് കേട്ടോ. ആദ്യം നയനെ വിളിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തച്ഛനെ വിളിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, പോയിട്ട് നീ എല്ലാം നോക്കിയോ? എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്ന മുത്തശ്ശൻ നല്ലത്. ലോസ് എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് കോടികളുടെ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാനേജേഴ്സിന് പോലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല എന്നാ പറയുന്നത്. ഇതിനിടയിൽ നമ്മളെ ആരോ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് ആരാന്ന് വേണം ഇനി കണ്ടുപിടിക്കാനുള്ളത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ വരാനേ വഴിയുള്ളൂ മോനെ. നല്ല കഴിവും പ്രാപ്തിയുള്ള മിടുക്കരായ മാനേജേഴ്സിനെയാണല്ലോ നമ്മളവിടെ അപ്പോയിന്റ് ചെയ്തത്. പിന്നെ അവർക്കൊക്കെ ഇത് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അറിയില്ല മുത്തശ്ശ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ അവർ പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ റൂമിലോട്ട് വന്നതാ, ഒന്ന് ഫ്രഷ് ആയതിനൊക്കെ ശേഷം അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് തന്നെ പറയുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവിടുത്തെ ബ്രാഞ്ചിൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം വലുതാണെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിൽ പിന്നെ അനിയെയോ അല്ലെങ്കിൽ ജയനെയോ അജയനെയോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്നൊക്കെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ജയനെയും അജയനെയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് അയക്കാൻ മോനെന്ന് തന്നെ പറയുക കേട്ടോ. എനിക്കെന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, സാരമില്ല, എനിക്കിത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചു വരുത്തിയാണ് ഞാനൊരു മീറ്റിംഗ് നടത്തിയത്. ആർക്കും ശരിക്കും ഇതിൽ എന്താ സംഭവിച്ചെന്നുള്ളത് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. അതുപോലെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആരാ നമ്മളെ ചതിക്കുന്നതും എന്നുള്ളതും ഞാൻ കണ്ടുപിടിക്കുമെന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ മോനെ, എല്ലാം സൂക്ഷിച്ച് വേണം നീ കൈകാര്യം ചെയ്യാമെന്ന് പറയുക. എനിക്ക് ഇങ്ങനൊരു അസുഖം പിടിപെടുന്നതിന് മുമ്പ് 2 മാസം കൂടുമ്പോൾ ഞാൻ അവിടെ പോയി എല്ലാ കണക്കും കാര്യങ്ങളും നോക്കുന്നതാ. അന്നൊന്നും നമ്മുടെ ബ്രാഞ്ചിൽ ഒരു ഇടിവും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ 1.5 വർഷത്തോളം ആയില്ലേ നമ്മളിൽ ആരെങ്കിലും അവിടെ ഒന്ന് പോയിട്ട്. നിനക്കാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ സമയം കിട്ടിയില്ലല്ലോ മോനെ. അതുപോലെ ഈ ഒരു കാലയളവിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായില്ലേ. പ്രത്യേകിച്ച് അനിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെ കുറെ നാൾ നമ്മളെ അലട്ടിയില്ലേ മോനെ. അതുകൊണ്ടൊക്കെ തന്നെ പുറത്തുള്ള ബ്രാഞ്ചുകളിലൊന്നും വേണ്ടത്ര ശ്രദ്ധ പോയില്ല. എന്തായാലും നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് തന്നെ ആയിരിക്കണം അവിടുത്തെ ഈ ബിസിനസ്സിൽ ഇടിവ് വരാൻ കാരണം. ഇതാ പറയുന്നത്, എത്ര പ്രഗത്ഭരായ എത്ര മിടുക്കന്മാരായ മാനേജേഴ്സ് ആണെങ്കിലും നമ്മളുടെ നോട്ടം എത്തേണ്ടിടത്ത് അത് എത്തണം. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ തന്നെ മുത്തശ്ശനും പറയുകയാണ്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ മുത്തശ്ശ. എനിക്കെന്തായാലും ഇവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് എനിക്ക് അങ്ങോട്ടേക്ക് തിരിച്ചും വരണമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ മോനെ, എത്രയും പെട്ടെന്ന് തന്നെ നീ തിരിച്ചു വരാനും നോക്കണം. നയനമോക്ക് നീ അടുത്തില്ലാത്തതിന് നല്ല വിഷമമുണ്ട്. പോരാത്തതിന് ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് നിന്റെ പ്രസൻസ് എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്തിട്ട് മോർണിംഗോട്ടേക്ക് വരാൻ നോക്കുന്നൊക്കെ തന്നെ പറയുക. അതുപോലെ എപ്പോഴും നീ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നീ എന്നോട് ചോദിച്ചാൽ മതി. ഏത് സമയത്താണെങ്കിലും ഞാനത് നിനക്ക് ക്ലിയർ ചെയ്ത് തരാം. കണക്ക് കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നിനക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നീ എന്നെയും കൂടെ കണക്ട് ചെയ്താൽ മതി. എനിക്കിപ്പം കാര്യമായ അസുഖമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാമെന്ന് തന്നെ മുത്തശ്ശനും പറയുക. എല്ലാ ഡീറ്റെയിൽസും നീ എനിക്കും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്തേരെ, ഞാനും കൂടി ഇവിടെ ഇരുന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ എന്നൊക്കെ തന്നെ മുത്തശ്ശനും പറയുകയാണ്. അപ്പോൾ എന്തായാലും ശരി മുത്തശ്ശ, എന്തായാലും ഞാൻ മുത്തശ്ശനും കൂടെ ഫോർവേഡ് ചെയ്യാം മുത്തശ്ശ. എല്ലാവരോടും എൻ്റെ അന്വേഷണം പറഞ്ഞുതരെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആദർശ് പിറ്റേ ദിവസം ഓഫീസിലേക്ക് രാവിലെ തന്നെ ചെല്ലുന്നുണ്ട്. ഈ ഒരു വർഷക്കാലമായിട്ട് അവിടെ നടന്ന എല്ലാ ഇടപാടുകളുടെയും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് അബിയുടെ ആ ദുബായിലുള്ള ഫ്രണ്ടിനെ വിളിക്കുകയാണ്. എന്തായി, എല്ലാം ഓക്കെ ആണോ? ആദർശ് അവിടെ ലാൻഡ് ചെയ്തെന്നുള്ള കാര്യം അറിഞ്ഞു കാണുമല്ലോ. ഞാൻ അറിഞ്ഞു. അവൻ ഇന്നലെ തന്നെ ഓഫീസിൽ വന്ന് പണി തുടങ്ങിയെന്നൊക്കെയാണ് അറിഞ്ഞത്. എന്തായാലും താൻ അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇവിടെ എല്ലാ കാര്യങ്ങളും സേഫാണ്. എല്ലാം പക്ക ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും എന്നൊക്കെ തന്നെ അയാൾ പറയുക.
അങ്ങനെ ആദർശ് വീണ്ടും പെട്ടെന്ന് തന്നെ അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാ സ്റ്റാഫുകളും അവിടെ എത്തുന്നുമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും 3-4 മാസം മുമ്പ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ്. അതിലൊന്നും ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ആ ഒരു സമയത്തും നമ്മുടെ ബ്രാഞ്ചിൽ അത്യാവശ്യം ബിസിനസ് ഒക്കെ നടന്നിട്ടുമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളതെന്ന് തന്നെ ആദർശ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആദർശ് എല്ലാം ചെക്ക് ചെയ്തിട്ടും എവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മുത്തശ്ശനും കോൺഫറൻസ് കോളിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശനും ആ കഴിഞ്ഞ 3 മാസത്തെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് തന്നെ പറയുന്നുണ്ട്, ഏകദേശം ഒരു 10-20 കോടിയുടെ നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഡീറ്റെയിൽസിലൊന്നും കാര്യമായ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ മോനെ എന്ന് തന്നെ ചോദിക്കാം. അപ്പോൾ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, മോനെ കണക്കുകളിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇമ്പോർട്ടും എക്സ്പോർട്ടും ആയതിൻ്റെ കണക്കുകളും കൂടി എടുത്ത് നോക്കണം. സ്റ്റോക്കിനും സ്റ്റോക്ക് ഔട്ടും ഒക്കെ നോക്കാനായിട്ട് മുത്തശ്ശൻ പറയുമ്പോഴേക്കും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അതിലൊന്നും ഒരു മിസ്റ്റേക്കും വരുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ ഇനിയിപ്പം ഒരു കാര്യം മാത്രമേ നോക്കാനുള്ളൂ, വിത്തൗട്ട് ബില്ലിൽ സ്വർണ്ണം വിറ്റിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇവിടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ അബി ചെയ്ത പോലെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് വേണം ഇനി അറിയാൻ. ഇത്രയും നാളും ആ ബ്രാഞ്ചിൽ നല്ല രീതിക്ക് തന്നെ സെയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇടിവ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വഴിയെ കാണുകയുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയും വലിയ തിരിമറിയൊക്കെ നടത്താൻ ആർക്കാണ് ഇത്ര ധൈര്യം ഉണ്ടായത്? ഇപ്പം നമുക്കുണ്ടായ നഷ്ടം നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞാൽ ഇനിയും 1-2 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ജ്വല്ലറി തന്നെ അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെ മുത്തശ്ശനും ആദർശം കൂടെ സംസാരിച്ചിട്ട് അവസാനം അവരൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. ഒന്നുകിൽ ഇവിടെയുള്ള ആരോ കണക്കുകളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും കമ്പനിക്കുണ്ടായ ഈ നഷ്ടം എല്ലാവരെയും ബാധിക്കുന്നതാണെന്ന് തന്നെ ആദർശ് പറയുകയാണ്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ ബ്രാഞ്ചിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ എല്ലാവർക്കും തന്നെ പങ്ക് കാണുമല്ലോ. ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കെങ്കിലും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ടി വരും എന്നൊക്കെ ആദർശ് പറയുകയാണ്. അപ്പോഴേക്കും അക്കൗണ്ട് സെക്ഷനിലുള്ള ആ പാര പണിയെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. നീ എന്തൊക്കെ തലയും കുത്തി മറിഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് കണ്ടുപിടിക്കാൻ പോണില്ല എന്ന് തന്നെ അയാൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആദർശ് മുത്തശ്ശനെ വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. മുത്തശ്ശ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അതിലെവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും എല്ലാ ഡീറ്റെയിൽസും നീ ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനും കൂടെ നോക്കാം. അജയനോടും ജയനോടും അനിയോടും ഞാൻ പറയാം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കട്ടെ. അതിലെന്തെങ്കിലും തിരിമറിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും തലകുത്തിയിരുന്ന് നോക്കിയിട്ടും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ആദർശ് ആ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളും പേപ്പറുകളും ഒക്കെ നോക്കിയാണ് കേട്ടോ. അവിടെയും ചെറിയ തിരിമറികളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ്. 3 മാസത്തെ ടാക്സ് പോലും കറക്റ്റായിട്ട് അടച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉടനെ ഉണ്ടാവും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ മാനേജേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് ടാക്സ് ഒക്കെ അടയ്ക്കാനുള്ള വഴിയൊക്കെ നോക്കുകയാണ്. ദുബായ് പോലുള്ള സ്ഥലത്തൊക്കെ ടാക്സ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ. എന്തായാലും അതൊക്കെ അടച്ച് ക്ലോസ് ചെയ്യാൻ കേട്ടോ, വേറെ ഇഷ്യൂ ഒന്നും വരാതിരിക്കാനായിട്ട്. ഇനിയിപ്പം ഇവിടെ നടന്നിട്ടുള്ള ഈ ക്രമക്കേടുകൾക്കൊക്കെ പിന്നിൽ ആരെന്ന് മാത്രം കണ്ടുപിടിക്കണം. അതിനെന്തായാലും ഇനി പുറത്തുനിന്നുള്ളവരുടെ സഹായം ആവശ്യമാണെന്നൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ് ആദർശ്. അങ്ങനെ മുത്തശ്ശനോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്, ആളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ നാളെ തന്നെ ഓഫീസിലെത്തും. അവൻ വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്ക്. അന്നേരം അവന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അന്നേരം അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരും. എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളതും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളൂ എന്നൊക്കെ തന്നെ പറയുക കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അയാളെ ചെന്ന് കാണുകയാണ് ആദർശ്. എന്നിട്ട് ആദർശ് അയാളെയും കൂട്ടിയിട്ട് നേരെ ഓഫീസിലിട്ടൊക്കെ വന്നിട്ട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും സിസ്റ്റത്തിലുള്ള ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും അയാളിരുന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അയാൾക്കും ആകെ ഒരു കൺഫ്യൂഷനൊക്കെ ആവുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകളൊക്കെ നോക്കുമ്പം അവിടെ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ളത് അയാളും പറയുകയാണ്. അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചെന്നുള്ളത് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല. അയാൾ മുഖേന എല്ലാ സ്റ്റാഫുകളോടും ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളും ആദർശും ആ മാനേജേഴ്സും ഒക്കെ കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം അവസാനം അക്കൗണ്ട് സെക്ഷനിൽ തന്നെയാണ് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചെന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുമില്ല കേട്ടോ. അതേസമയത്ത് അനന്തപുരിയിലാണെങ്കിലും ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നയനയ്ക്കും ദേവയാനിക്കും നല്ല വിഷമാവുന്നുണ്ട്. നയനയുടെ വിഷമം കാണുമ്പോഴേക്കും ദേവയാനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി എല്ലാവരോടുമായിട്ട് തന്നെ പറയുന്നുണ്ട്, മോളിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയല്ലേ, ഈ ഒരു അവസ്ഥയിൽ മോള് വിഷമിച്ചിരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് മോൾക്ക് നല്ല വിഷമമുണ്ട്. അവനവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തിട്ട് വരും എന്നല്ലേ വിചാരിച്ചത്. ഇതിപ്പം ഊരാക്കുടുക്ക് പോലെ ആയല്ലോ. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഇതുവരെയും കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കേണ്ടി വരുമെന്നാണല്ലോ അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്രയും നാൾ മോളും വിഷമിച്ച് തന്നെ ഇരിക്കേണ്ടി വരത്തില്ലേ. എനിക്കാണെങ്കിൽ മോള് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നൊക്കെ തന്നെ ദേവയാനി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും ജയനും ഒക്കെ കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് നമ്മൾ ഓർത്തല്ലല്ലോ ദേവയാനി.
എപ്പോഴും പോലെ എന്തെങ്കിലും ചെറിയ ക്രമക്കേടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാ കണക്കും കാര്യങ്ങളും നോക്കിയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത് കോടികളുടെ നഷ്ടമാണ് അവിടെ മാത്രം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ വേണ്ട രീതിക്ക് നോക്കാനും പറക്കാനും ആദർശനല്ലേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവനെ തന്നെ പറഞ്ഞു വിട്ടതും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ പറഞ്ഞു വിടുന്നതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിസിനസ്സും കൂടെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോയില്ലേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ അവരാണെങ്കിലും ആദർശന്റെ കാര്യം ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കാൻ കേട്ടോ. അതേസമയത്ത് നമ്മുടെ അബി പിന്നെയും അബിയുടെ ആ കയ്യാളെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായി കാര്യങ്ങളൊക്കെ, ആദർശന്റെ പണി കൊടുക്കാറായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം അയാൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വെപ്രാളം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എപ്പോഴും വിളിച്ച് വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യാതിരുന്നാൽ മതി. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നത്ര സന്തോഷത്തോടെ അവൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പോഴെന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ മൂർത്തിയുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അയാൾ ഇപ്പൊ ആദർശനെ സഹായിക്കാനായിട്ട് കമ്പനിയിൽ വന്നിട്ടുണ്ട്. പഠിച്ച പണി 18 അവർ നോക്കുന്നുണ്ട്, എന്നാലും ഒരു രക്ഷയില്ല. ആദർശനെ കൊടുക്കാനുള്ള എല്ലാ പണികളും ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി അവന് രക്ഷയില്ല എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. അപ്പൊ അഭി പറയുന്നുണ്ട്, എനിക്കത് കേട്ടാൽ മതി. അയാളെയും ആ കിളവനെയൊക്കെ എപ്പോഴൊക്കെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് തിരിച്ചടികളെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആദർശ് തിരിച്ചു വരുമ്പം ആ ഒരു സന്തോഷം ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ ബ്രാഞ്ച് അടച്ചു പൂട്ടേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് പറയുകയാണ് അബി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നൊക്കെ തന്നെ പറയുകയാണ് അബിയോട് അയാളും. അതിനുശേഷം അബി ഇങ്ങനെ ഹാളിലോട്ടൊക്കെ വരികയാണ് കേട്ടോ. ഹാളിലോട്ട് വരുമ്പോഴേക്കും തന്നെ ആദർശിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ആണല്ലോ അവിടെ നടക്കുന്നത്. അന്നേരം അബി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നന്നായിട്ട് ഇവിടെ വിഷമിച്ചോ, ഇനി എന്തായാലും ആദർശം ഉടനെ എങ്ങും വരാൻ പോകുന്നില്ല. അവനട്ടെ നല്ല മുട്ടൻ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുട്ടൻ പണി. ഇനി അവൻ പെട്ടെന്നൊന്നും തിരിച്ചെത്താൻ പോണില്ല. നീ വിഷമിക്കടി, നീ നല്ലോണം വിഷമിക്ക. അവനെ ഓർത്ത് നീ ഇരുന്ന് കരയണം. അവനിപ്പോ ഒരു ഊരാക്കുടുക്കിൽ തന്നെയാ ചെന്ന് പെട്ടിരിക്കുന്നതൊക്കെ തന്നെ പറയുകയാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവൻ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ തന്നെ ഓർത്തിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ അബി. അങ്ങനെ അവര് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ദുബായിലാണെങ്കിൽ അതേസമയത്ത് നമ്മുടെ ആദർശിനെയും കാത്ത് വലിയൊരു കെണി തന്നെ അവിടെ ഒരുക്കിയിരിക്കുകയാണ് അബിയുടെ ആ ഒരു കയ്യാള്. അങ്ങനെ അവർ 3-4 ദിവസം കൊണ്ട് തന്നെ ആ ഒരു ലോക്ക് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് അക്കൗണ്ട് സെക്ഷനിലുള്ള ആരോ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ജ്വല്ലറി ആവശ്യങ്ങൾക്കായിട്ട് ബൾക്കായിട്ട് തന്നെ സ്വർണ്ണം മേടിക്കാറുണ്ടല്ലോ, പക്ഷെ അത് ആഭരണങ്ങളാക്കി വിൽക്കുന്ന സമയത്താണ് അവിടെ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. വിത്തൗട്ട് ബില്ലിൽ കുറേ സ്വർണം വിറ്റഴിച്ചായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് കമ്പനിക്ക് ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടായെന്നൊക്കെ ഉള്ളത് അയാളും ആദർശം കൂടെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. മീറ്റിംഗ് കൂടിയിട്ട് ആദർശ് പറയുന്നുണ്ട്, ഏതൊക്കെ രീതിക്കാണ് ഇവിടെ പണി കിട്ടിയെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കള്ളസ്വർണം കച്ചവടം നടത്തുക, അതുപോലെ സ്വർണത്തിൽ മായം ചേർക്കുക, വിത്തൗട്ട് ബില്ലിൽ സ്വർണം വിൽക്കുക, ടാക്സ് വെട്ടിക്കുക, അങ്ങനെ പലതരത്തിലാണ് കമ്പനിക്ക് ഇത്രത്തോളം നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതോടുകൂടി തന്നെ കമ്പനിയിലെ പേരും പ്രശസ്തിയൊക്കെ പോയി കിട്ടിയില്ലേ. മുതുമുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ കൂടിയിട്ട് എത്ര നാളുകൊണ്ട് കഷ്ടപ്പെട്ട ഈ സാമ്രാജ്യം ഇത്രയും വലുതാക്കിയത്, എല്ലാം ഈ 3-4 മാസം കൊണ്ട് തന്നെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് ദുബായ് പോലീസൊക്കെ എത്തുകയാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ സെക്യൂരിറ്റീസ് ആദർശനോട് വന്ന് കാര്യം പറയുമ്പം ആദർശ് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. എന്താണ് സർ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഒരുപാട് ടാക്സ് വെട്ടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കമ്പനി ഇനി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ടാക്സ് വെട്ടിക്കൽ ഉൾപ്പെടെ പല കുറ്റകൃത്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനിയുടെ MD എന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ തന്നെ പറയുകയാണ് അവര്. ഈ കമ്പനിക്കെതിരെ ഞങ്ങൾക്ക് പരാതിയും കിട്ടിയിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത കുറെ അധികം സ്വർണം നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള രേഖകളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ അവർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ ശരിയാണ്. വിത്തൗട്ട് ബില്ലിൽ നിങ്ങൾ കുറെ അധികം സ്വർണ്ണങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇതിനിടയിൽ ടാക്സ് വെട്ടിക്കലും നടന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വരാൻ ഒരു സാധ്യതയില്ല, ഞാൻ എല്ലാ ഡീറ്റെയിൽസും നോക്കിയതാണ്. കഴിഞ്ഞ 3 മാസം മുമ്പ് വരെയുള്ള എല്ലാ ടാക്സും കറക്റ്റായിട്ട് തന്നെ അടച്ചിട്ടുണ്ട്. ജ്വല്ലറി ആവശ്യത്തിനായിട്ട് ബൾക്കായിട്ട് സ്വർണ്ണം മേടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എല്ലാ കണക്കും കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് സ്വർണ്ണം മേടിച്ചിട്ടുള്ളത്. ഈ 3 മാസം കൊണ്ടാണ് ഈ കമ്പനിയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ ആദർശ് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുമെന്ന് തന്നെ പറയുകയാണ്. ആദർശാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. നിങ്ങൾക്കും ആ സ്വർണ്ണ മാഫിയമാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, അത് തെളിയിക്കുന്ന രേഖകളാണ് ഇതുള്ളത്. ഇതിലൊക്കെ നിങ്ങളുടെ സൈൻ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതിലൊക്കെ ഞാൻ സൈൻ ചെയ്യാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ സൈൻ ചെയ്യുന്നത്? ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ ഫേക്ക് ആണെന്നൊക്കെ തന്നെ പറയുകയാണ്. അന്നേരം അവർ ആ സൈനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആദർശന്റെ സൈൻ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ പേരിൽ തന്നെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളതെന്ന് ഇങ്ങനെ ആദർശനോട് അവർ പറയുകയാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശന്റെ ആ സുഹൃത്തിനോടും അതുപോലെ തന്നെ മാനേജേഴ്സിനോടും ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ വിളിച്ച് അറിയിക്കാനായിട്ടൊക്കെ പറയുകയാണ്. എന്നിട്ട് ആദർശ് അവരുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ആദർശിനെ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും ദേഹോപദ്രവം തന്നെ ഒന്നും ഏൽപ്പിക്കുന്നില്ല കേട്ടോ അവര്. എന്നിട്ട് അവര് മുത്തശ്ശന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്,
എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിൽ നിന്ന് ഊരി പോകുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് കുറച്ചധികം തുക ഇവിടെ കെട്ടിവെച്ചാൽ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഊരാമെന്ന് തന്നെ പറയുകയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടുത്തെ ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അറിയാവല്ലോ, നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഈ കംപ്ലൈന്റ് ഇച്ചിരി കടുത്ത നടപടിയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലുള്ളവരും ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അഭിക്കും ജലജയ്ക്കും നവ്യയ്ക്കും ഒക്കെ ഇത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു ആഘോഷമാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. എന്നിട്ട് നയനയുടെ അടുത്തും പോയിട്ട് പറയുന്നുണ്ട്, കേട്ടില്ലേ ഇനി ഈ സന്തോഷ വാർത്ത, നിന്റെ ഭർത്താവിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ അവിടെ നടത്തിയ എല്ലാ ക്രമക്കേടുകൾക്കും അയാളെ പൂട്ടിയെന്നാ പറയുന്നത്. എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു അഹങ്കാരം? വലിയ ആദർശം പറഞ്ഞ് നടക്കുകയല്ലായിരുന്നോ? അയാൾ തെറ്റുകൾക്ക് മേലെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. നിന്നെ സോപ്പിട്ട് അയാൾ കൂടെ നിർത്തിയേക്കുന്നതേ ഉള്ളൂ. അയാളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്നെ അയാളെ എന്തോ കാണിച്ച് മയക്കി വെച്ചിരിക്കുന്നതാ. അതോ അയാളുടെ സ്വത്തുക്കളെല്ലാം കണ്ടിട്ട് നീ അതിൽ മയങ്ങിപ്പോയതാണോ എന്ന് ചോദിക്കാം. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇത് ആദർശേട്ടനെ ആരെ ചതിച്ചത് തന്നെയാണെന്നൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും നവ്യ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ എല്ലാവരും പറയുള്ളൂ. എവിടെയും അയാളെ വാനോളം ഉയർത്തിയല്ലേ നിങ്ങൾ ചെയ്യുകയുള്ളൂ. അയാൾ ചെയ്ത തെറ്റുകളെ പോലും അയാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വരുത്തി തീർക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നാട്ടിലെ പോലീസല്ല, ദുബായിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജ്വല്ലറിയിൽ നടന്ന കൃത്രിമമൊക്കെ കാണിച്ചുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുവോ ഇല്ലേ എന്നൊക്കെയുള്ളത് കണ്ടറിയണം. ഇല്ലെങ്കിലുണ്ടല്ലോ നല്ലൊരു തുക അവിടെ കെട്ടിവെക്കണം അയാളെ അവിടുന്ന് വിട്ടുകിട്ടാൻ. അല്ല, അങ്ങനെ ചെയ്യാനും ഇവിടെ ആർക്കും ഒരു മടിയില്ലല്ലോ. ഇവിടുത്തെ ആദർശധീരനായ മുത്തശ്ശന്റെ കൊച്ചുമോനല്ലേ അത്. അപ്പൊ പിന്നെ കൊച്ചുമോനെ പുറത്തിറക്കാനായിട്ട് എത്ര കോടി രൂപ വേണമെങ്കിലും അയാൾ അവിടെ കെട്ടിവെക്കും. എന്നിട്ട് കൊച്ചുമോനെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കാനുള്ള വഴിയൊക്കെ അയാൾ നോക്കും. ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ വെറുതെക്കാര്. എന്റെ അഭി ജയിലിൽ കിടന്നാൽ മാത്രമല്ലേ ഉള്ളൂ ആരും തിരിഞ്ഞു നോക്കാത്തത്, അവന് ജാമ്യം എടുക്കാൻ ശ്രമിക്കാത്തത്. ഇപ്പൊ എന്തായാലും അതിനൊക്കെ നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടിയില്ലേ. ഇതേ അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നും അല്ല. അവിടുത്തെ ഗവൺമെന്റിനെ പറ്റിച്ചതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വിടുമെന്ന് തോന്നില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നയനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ. എൻ്റെ ആദർശേട്ടനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ നയന് പറയുകയാണ്. നീ ചെന്ന് ചോദിക്കടി, നിന്റെ അമ്മായച്ചനോടും മുത്തച്ഛനോടും നിന്റെ ചെറിയച്ഛനോടും നിന്റെ അനിയനോടും ഒക്കെ ചോദിക്കുക എന്താ അവിടെ ശരിക്കും സംഭവിച്ചെന്നുള്ളത്. അവരൊക്കെ പറയുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഇതാ പറയുന്നത് ഈശ്വരനുണ്ടെന്ന്. എൻ്റെ അഭിനെ എല്ലാവരും കൂടെ ചതിച്ചില്ലേ, അതിനുള്ള ശിക്ഷയാണ് ഇപ്പം അങ്ങേർക്ക് കിട്ടിയത്. നയനയാണെങ്കിലും പെട്ടെന്ന് തന്നെ അവരോട് ചെന്ന് ചോദിക്കുമ്പോഴേക്കും അവരും പറയുന്നുണ്ട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ആദർശനെ ആരോ ചതിയിൽ പെടുത്തിയതാ മോളെ. അവിടെയുള്ള ആരോ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ഒരുപാട് സങ്കടം വന്നിട്ട് നയനക്ക് അറിയാൻ തുടങ്ങിയാണ്. ദേവയാനിക്കാണെങ്കിലും ഒരുപാട് വിഷമമാവുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, ആദർശന് ഒരു കുഴപ്പവും സംഭവിക്കുകയല്ല. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മോനെ ദൈവം അങ്ങനെയൊന്നും കൈവിടില്ല. ആർക്കും ഒരു ഉപദ്രവം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ മോൻ. അതുപോലെ എല്ലാവരെയും സഹായിക്കാനേ എൻ്റെ കുഞ്ഞ് ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു അപകടവും സംഭവിക്കില്ല എന്ന് തന്നെ പറയുകയാണ്. പിന്നെ അച്ഛൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ, അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ആദർശിനെ ഒരു കുഴപ്പമില്ലാതെ തിരികെ കൊണ്ടുവരും എന്ന് തന്നെ പറയുകയാണ്. ഈ സമയത്ത് മോൾ ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല, അത് കുഞ്ഞിന് കേടാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ദേവയാനി നയനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നേരിട്ട് തന്നെ ദുബായിക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നടന്ന ക്രമക്കേടുകളെയും അതുപോലെ തന്നെ അക്കൗണ്ട് സെക്ഷനിലുണ്ടായ ആ ഒരു വൻ തിരിമറിയും എല്ലാം മുത്തശ്ശൻ കണ്ടുപിടിച്ചെടുക്കുകയാണ്. ആദർശാണെങ്കിലും ഏകദേശം അക്കൗണ്ട് സെക്ഷനിൽ വന്ന മിസ്റ്റേക്ക് ആണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചായിരുന്നല്ലോ. ആദർശനെ സഹായിക്കാനായിട്ട് മുത്തശ്ശൻ്റെ ഒരു സുഹൃത്തിനെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സുഹൃത്ത് മുത്തശ്ശനോട് ചെന്നപാടെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അക്കൗണ്ട് സെക്ഷനിലെ ആരാണ് ഇങ്ങനൊരു തട്ടിപ്പ് ചെയ്തതെന്നൊക്കെ ഉള്ളതും അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോനെ അറസ്റ്റ് ചെയ്യാൻ ആരാണോ കാരണക്കാരായത് അവരെയും വെറുതെ വിടില്ല എന്ന് തന്നെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ സ്റ്റേഷനിലാണെങ്കിലും മുത്തശ്ശൻ ചെന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റാരോ ആണ് ഈ ചതിക്ക് പിന്നിലെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോൻ്റെ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ആരോ ചെയ്ത ചതിയെന്നുള്ളതൊക്കെ സ്റ്റേഷനിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ടാക്സ് വെട്ടിപ്പ് മാത്രം അവിടെ ഒരു നിലയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ആദർശാണല്ലോ ആ കമ്പനിയുടെ മൊത്തം MD സ്ഥാനത്തിരിക്കുന്ന ആള്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ടാക്സ് വെട്ടിക്കുന്നത് വൻ കുറ്റമാണ്. ഗവൺമെന്റിന് തക്കതായ ഒരു നഷ്ടപരിഹാരം അവിടെ കെട്ടിവെക്കണമെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അവിടുത്തെ കോടതിയിൽ ഈ കേസ് പോകുമ്പോഴേക്കും വൻ തുക അവിടെ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ആ തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ മുത്തശ്ശൻ സമ്മതിക്കുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ആ തുക ഗവൺമെന്റിന് അടച്ചിട്ട് ആദർശനെ റിലീസ് ചെയ്യാനായിട്ട് മുത്തശ്ശൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ആദർശനോട് മുത്തശ്ശനും ആ സുഹൃത്തും ഒക്കെ കൂടിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതാരാന്നുള്ളത് തന്നെ കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ടേ ഇനി നാട്ടിലോട്ട് പോകുന്നുള്ളൂ എന്നും തന്നെ മുത്തശ്ശൻ പറയുകയാണ്. അവസാനം അക്കൗണ്ട് സെക്ഷനിലുള്ള ആളെ കൈയോടെ തന്നെ പിടികൂടുകയാണ് ആദർശം മുത്തശ്ശനും ഒക്കെ കൂടിയിട്ട്. അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പം അയാൾ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചാന്നൊന്നും എനിക്കറിയില്ല,
ബൈ മിസ്റ്റേക്ക് ആയിരിക്കും എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ടെങ്കിലും അയാളെ വേണ്ട രീതിക്കൊന്ന് കൈകാര്യം ചെയ്തപ്പോഴേക്കും അയാൾ പറഞ്ഞു ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വേറൊരാളാണെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അതാരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത് അത് അനന്തപുരിക്കാരുടെ പഴയ ശത്രു തന്നെയാണെന്നുള്ളത്. ഇയാളെ എനിക്കറിയാം, ഇയാളെ എനിക്ക് പണ്ട് മുതലേ പരിചയമുള്ളതാണ്. ഇയാളും നമ്മളെപ്പോലെ തന്നെ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന ആളാണെന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ്. ഇയാളുടെ ബ്രാഞ്ചസിനേക്കാളൊക്കെ നമ്മുടെ ബ്രാഞ്ചിലല്ലേ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. നമ്പർ 1 ആയിട്ട് എല്ലായിടത്തും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ബ്രാഞ്ചസ് അല്ലേ, നമ്മുടെ മൂർത്തിസ് ഗ്രൂപ്പ് അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ മൂർത്തിസ് ഗ്രൂപ്പിന് ഒരു ക്ഷത കൽപ്പിക്കാനായിട്ട് അയാൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദുബായിലുള്ള ബ്രാഞ്ചൊക്കെ പൂട്ടിക്കാനായിരിക്കും അയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അയാളെ സഹായിക്കാൻ നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ആളുള്ളപ്പം പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കും. അങ്ങനെ ഇത്രയും കാലം ഈ കമ്പനിയിൽ കാണിച്ചു കൂട്ടിയ എല്ലാ ക്രമക്കേടിനും പിന്നിൽ അയാളും അയാളുടെ ആളുമാണെന്നുള്ളത് മുത്തച്ഛനും മനസ്സിലാവുകയാണ്. അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ഈ ബ്രാഞ്ചിൽ ഇങ്ങനെയൊക്കെ ക്രമക്കേട് കാണിക്കണമെന്ന് പറഞ്ഞ് ആ സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ഡീറ്റെയിൽസും അയാളെ പൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ മുത്തച്ഛനും ആദർശമൊക്കെ കൂടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അയാളെയും എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അയാളും ഒരു സ്വർണ്ണ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലും അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് അയാൾ അവിടെയുള്ള ആളായതുകൊണ്ട് തന്നെ അയാൾ കോടതി ആവശ്യപ്പെട്ട നഷ്ടപരിഹാരമൊക്കെ അടച്ച് തന്നെ ആ കേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോരുന്നുമുണ്ട്. അതിനുശേഷം മുത്തശ്ശനും ആദർശമൊക്കെ കൂടിയിട്ട് ആ കമ്പനി മൊത്തത്തിലൊന്ന് അഴിച്ചുപണി നടത്തുകയാണ്. പഴയ സ്റ്റാഫുകളെയൊക്കെ പിരിച്ചുവിട്ട് പുതിയ സ്റ്റാഫുകളെയൊക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കാനും എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ വേണ്ട രീതിക്ക് നോക്കി നടത്താനും ഒക്കെ ആയിട്ട് ഒരു പുതിയ മാനേജറേയും കൂടെ ഇവരുടെ എല്ലാ മാനേജറായിട്ട് അവിടെ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ ആ കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട് മുത്തശ്ശൻ ആദർശനും കൂടിയിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ആദർശ് വീട്ടിലോട്ട് വന്നു കയറുമ്പോഴേക്കും അബിക്കാണ് കേട്ടോ ഷോക്ക്. എന്തായാലും ആദർശ് കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടേക്ക് കാണില്ല, അവൻ ജയിലിലായിരിക്കും എന്നൊക്കെയാണല്ലോ ഓർത്തത്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല എന്നൊക്കെയുള്ളത് തന്നെ മനസ്സിലാവുകയാണ് നമ്മുടെ അബിക്ക്. അങ്ങനെ ഈ പ്ലാനും ഡ്രോപ്പായി പോയെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരുപാട് രൂപ നഷ്ടമായെന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ്. ഒരുപാട് രൂപ എന്ന് വെച്ചാൽ ഒരുപാട് കോടികൾ തന്നെ നഷ്ടമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള സെയിലിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കണമെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അബി എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ അറിയാനായിട്ട് അയാളെ തന്നെ വിളിക്കുകയാണ്. അന്നേരം അയാൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. നീ ഇങ്ങനെ ഒരു ചതിക്ക് മുന്നിൽ ഞാനാണെന്നറിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ പൊറുതി തന്നെ അവസാനിക്കും എന്നൊക്കെ തന്നെ അയാളോട് പറയുകയാണ് കേട്ടോ നമ്മുടെ അബി. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വരുമെന്ന് ആര് കണ്ടു? അയാൾ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നേനെ. പക്ഷേ അയാൾ വന്നുകൊണ്ടാണ് എൻ്റെ എല്ലാ പ്ലാനും ഇതായി പോയത്. എനിക്കും അത് മുഖേന ഒരുപാട് നഷ്ടമുണ്ടായി. എൻ്റെ പേരിലോട്ടായി അവസാനം ഈ കേസൊക്കെ. ഇതുപോലൊരു ക്രമക്കേട് നടന്നതിൽ എനിക്ക് വലിയ പങ്കുണ്ടെന്നൊക്കെ ഇവർ തെളിവ് സഹിതം കൊണ്ടുവന്ന് പോലീസിൽ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് കാശൊക്കെ കൊടുത്ത ആ കേസിൽ നിന്ന് ഊരിയത്. എന്തായാലും അയാൾ വന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാനൊക്കെ ഡ്രോപ്പായി പോയെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അയാളും. അങ്ങനെ ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആവുന്നുണ്ട്. എന്നാലും മുത്തശ്ശന് നല്ല സംശയമാണ് കേട്ടോ അബിയെ തന്നെ. കാരണം ഇങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ എന്തായാലും അവിടെ ഒന്നും നടക്കില്ലെന്നുള്ളത് മുത്തശ്ശന് അറിയാം. ശരിക്കും അത് അബിയെ അവർ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നീയാണെന്നറിഞ്ഞാൽ അതോടുകൂടി നിൻ്റെ ഈ വീട്ടിലെ താമസം തന്നെ ഇല്ലാതാവും എന്നൊക്കെ തന്നെ പറഞ്ഞ് അവരിടയ്ക്കിടയ്ക്ക് പേടിക്കുന്നുമുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്